ഹേ എവ്രി വൺ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മിസ്സിൻ്റെ ഇയേഴ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാം ആദ്യം തന്നെ. ആൻഡ് ദെൻ നമ്മൾ 2 പ്രാവശ്യം ചെയിൻ ചെയ്യണം. ചെയിൻ 1 ആൻഡ് ചെയിൻ 2. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയിനിലോട്ടുണ്ടല്ലോ, നമ്മൾ ആ ഫസ്റ്റ് ചെയിനിലോട്ട് 4 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റിച്ച് മാർക്കർ ഇടുന്നുണ്ട്. എന്ത് റൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇടാം, അല്ലെങ്കിൽ കൗണ്ട് തെറ്റും. ദെൻ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ ആൻഡ് ദെൻ അഗെയിൻ ആ സെയിം ആ ഒരു ഫസ്റ്റ് ചെയിനിലോട്ട് തന്നെ തേർഡ് സിംഗിൾ ക്രോഷ്യ ആൻഡ് ദെൻ ആ സെയിം ചെയിനിലോട്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 4 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിലെന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രീസും ഒരു സിംഗിൾ ക്രോഷ്യ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഇൻക്രീസ് എന്ന് വെച്ചാൽ 2 സിംഗിൾ ക്രോഷ്യ ഇൻ ദ സെയിം സ്റ്റിച്ച്. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു, സ്റ്റിച്ച് മാർക്കർ ഇടുക ആൻഡ് ദെൻ അഗെയിൻ ആ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2 സിംഗിൾ ക്രോഷ്യസ് ഇൻ ദ സെയിം സ്റ്റിച്ച്. അടുത്ത സ്റ്റിച്ചിലോട്ട് ഞാൻ ഒരു സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വർക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ നല്ല ഭാഗം ഉണ്ടല്ലോ ഈ വർക്കിംഗ് സൈഡ്, അത് നമ്മൾ ഫേസ് ചെയ്തിരിക്കണം. പിന്നെ ആ ടെയിലുള്ള ഭാഗം നമ്മൾ എവേ ഫ്രം അസ് അങ്ങനെ ആയിരിക്കും ഇരിക്കണം. ഇനി നമ്മൾ തേർഡ് സ്റ്റിച്ചിലോട്ട് ഇൻക്രീസ് അഗെയിൻ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ 2 സിംഗിൾ ക്രോഷ്യ ആ സെയിം തേർഡ് സ്റ്റിച്ചിലോട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരെണ്ണം ചെയ്തു ആൻഡ് സെയിം സ്റ്റിച്ചിലോട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ആ ലാസ്റ്റ് സ്റ്റിച്ചിലോട്ട് ഞാൻ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മളുടെ റൗണ്ട് 2 കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ അടുത്ത 3 റൗണ്ട് ഉണ്ടല്ലോ, റൗണ്ട് 3 തൊട്ട് റൗണ്ട് 5 വരെ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യാം. എന്ന് വെച്ചാൽ 6 സിംഗിൾ ക്രോഷ്യ ഒരു റൗണ്ടിൽ. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ അത് ഞാൻ ആദ്യത്തെ സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. അങ്ങനെ 6 പ്രാവശ്യം ആ റൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്യാം സിംഗിൾ ക്രോഷ്യ. സെക്കൻഡ് 1 ദെൻ തേർഡ് സ്റ്റിച്ചിലോട്ട് ഞാൻ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, 4 5 ആൻഡ് ദെൻ അതിൽ ഒരു സിംഗിൾ ക്രോഷ്യയും കൂടി ചെയ്യാം. അപ്പോൾ 6 എണ്ണാവും. 6. അങ്ങനെ 2 റൗണ്ടും കൂടി നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാനത് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ യാൺ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു ടെയിൽ മാത്രം ലീവ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് അവിടെ നിന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അത് സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ആൻഡ് ഞാൻ ആ ലൂസ് ടെയിൽ ഞാനിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സ്റ്റിച്ചസ് ക്ലിയർ ആയിട്ട് കാണാനും പറ്റണം. ആൻഡ് ദെൻ അതേപോലെ തന്നെ ഞാൻ ഇയർ 2 ഉണ്ടാക്കുന്നു. പക്ഷേ യാൺ വെട്ടിക്കളയരുത്, അത് ആ ഹുക്കിൽ തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ട് ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് ഫസ്റ്റ് ഇയറിലോട്ട് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്റ്റിച്ചിലോട്ട് വേണമെങ്കിലും നമുക്കൊരു സിംഗിൾ ക്രോഷ്യ വെച്ച് ജോയിൻ ചെയ്യാം. പക്ഷെ ഞാനെപ്പോഴും ലാസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ചിലോട്ടാണ് ക്രോഷ്യ ചെയ്യാറ്. അപ്പോൾ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം ലാസ്റ്റ് റൗണ്ടിൽ ലാസ്റ്റ് സ്റ്റിച്ച്, അതിൻ്റെ തൊട്ട് മുന്നത്തെ ആയിരിക്കും ഫസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ അതിനകത്തോട്ട് ഞാനൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇനി ഈ റൗണ്ട് തുടങ്ങിയോണ്ട് ഒരു സ്റ്റിച്ച് മാർക്കർ ഇടാം. അപ്പോൾ ഇനി 2 പ്രാവശ്യം കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഒരു സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നെക്സ്റ്റ് തേർഡ് സ്റ്റിച്ചിലും കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ 3 സിംഗിൾ ക്രോഷ്യ. ദെൻ അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഇൻക്രീസാണ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ 2 സിംഗിൾ ക്രോഷ്യസ് ഇൻ ദ സെയിം സ്റ്റിച്ച്. അപ്പോൾ 2 പ്രാവശ്യം ഒരേ സ്റ്റിച്ചിൽ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോഴാണ് ഒരു ഇൻക്രീസ് ആവുള്ളൂ. ആൻഡ് ദെൻ അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ മാത്രം ഒറ്റ തവണ ചെയ്യുക. ഓക്കെ, നമുക്കിനി ഇയറിൽ ഒരു സ്റ്റിച്ചും കൂടി ബാക്കിയുണ്ടല്ലേ. അപ്പോൾ ആ സ്റ്റിച്ച് നമുക്ക് സാധാരണ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതിന് പകരം ഞാനിവിടെ ഒരു ഡിക്രീസ് പോലെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലിട്ട സ്റ്റിച്ച് മാർക്കറിൻ്റെ തൊട്ട് പുറകെ ഒരു പൊങ്ങി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും സ്റ്റിച്ചൊന്നുമല്ല, ആ സിംഗിൾ ക്രോഷ്യേൻ്റെ ബാക്കിയാണത്. അപ്പോൾ ഞാൻ അതിലത്തോട്ട് ഹുക്ക് കടത്തിയിട്ട് ഒരു ഡിക്രീസ് പോലെയാണ് ഇവിടെ ചെയ്യുന്നത്. സാധാരണ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് അവിടെ ഒരു ഗ്യാപ്പ് പോലെ വരും. അപ്പോൾ ഞാനിവിടെ ഒരു ഡിക്രീസാണ് ചെയ്യാറ്. ഓക്കെ, നമ്മൾ ഈ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മളൊരു ചെയിൻ 1 ചെയ്തില്ലായിരുന്നോ? ആ ചെയിൻ 1ൻ്റെ പുറകിലത്തെ ലൂപ്പാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാൻ അതിൽ കൂടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. ഓക്കെ, നമ്മളിനി ഇയർ 2 കടക്കുന്നത്. അപ്പോൾ ആ 2ാമത്തെ ഇയറിലോട്ട് നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ചെയ്യാം.
അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ആദ്യത്തെ സ്റ്റിച്ചിലോട്ട്, പിന്നെ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ, വീണ്ടും അടുത്ത സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് നമ്മളൊരു ഇൻക്രീസാണ് ചെയ്യുന്നത്. 2 പ്രാവശ്യം നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യണം ആ സെയിം സ്റ്റിച്ചിലോട്ട്. ഒരെണ്ണം ചെയ്തു, പിന്നെ രണ്ടാമത്തേതും ചെയ്തു. ഇനി നമുക്ക് 2 സ്റ്റിച്ചും കൂടി ഈ ഒരു ഇയറിൽ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ ആ 2 സിംഗിൾ ക്രോഷേ ആ ഓരോ സ്റ്റിച്ചിലായിട്ടും നമ്മൾ ക്രോഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്യാം. അപ്പോൾ ആ ഇയറിൽ മൊത്തം നമ്മൾ ക്രോഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ചെയിനിലോട്ട് തന്നെ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചെയിനിൻ്റെ അകത്ത് കൂടെ നമ്മൾ ഹുക്ക് കടത്തിയിട്ട് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് റൗണ്ട് 7, ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ്, അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് 8 പ്രാവശ്യം ക്രോഷ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസ്, അങ്ങനെ. അപ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ആദ്യത്തെ ഞാൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിലോട്ട് ഞാനൊരു ഇൻക്രീസാണ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത സ്റ്റിച്ചിലോട്ട് ഒരു സിംഗിൾ ക്രോഷേ മാത്രം. അടുത്ത സ്റ്റിച്ചിലപ്പോൾ ഒരു ഇൻക്രീസ് ചെയ്യാം, എന്ന് വെച്ചാൽ 2 സിംഗിൾ ക്രോഷേ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ 8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ 8 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് എത്തി റൗണ്ടിൻ്റെ. ഇനി നമുക്ക് അടുത്ത 3 റൗണ്ട് എന്ന് പറയുന്നത് റൗണ്ട് 8 തൊട്ട് 10 വരെ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്താൽ മതി. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ചിട്ട് 24 സിംഗിൾ ക്രോഷേ. അപ്പോൾ ഒരു റൗണ്ടിൽ 24 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. അങ്ങനെ 3 റൗണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ 3 റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് 2 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് ആണ്. അങ്ങനെ 6 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ തന്നെ ചെയ്യുക. ഇനി നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഡിക്രീസ് ചെയ്യുക. അപ്പോൾ അതിന് പറയുന്നത് ഇൻവിസിബിൾ ഡിക്രീസ് എന്നാട്ടോ. നമുക്ക് അത്ര വിസിബിളായിട്ട് തോന്നില്ല ഡിക്രീസ് ചെയ്തൊന്ന്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ യാണ് ഓവർ ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ യാണ് ഓവർ ചെയ്യുക. അപ്പോൾ നമുക്ക് 3 സ്റ്റിച്ചസ് ഉണ്ടാവും നമ്മളുടെ ഹുക്കിൽ. എന്നിട്ട് നമ്മൾ പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ ഇതേപോലെ 2 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് വെച്ചിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 6 പ്രാവശ്യം ഈ റൗണ്ടിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദെൻ അടുത്ത റൗണ്ടിൽ എന്ന് പറയുന്നത് 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് എന്നായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ മാത്രം ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത 2 സ്റ്റിച്ചിലോട്ട് നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഹുക്ക് കടത്തിയിട്ട് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ അടുത്ത 2 സ്റ്റിച്ചിലോട്ടാണ് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ യാൺ ഓവർ ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൽ അതേപോലെ യാൺ ഓവർ ചെയ്യുക, ഒരുമിച്ച് പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ 6 പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കിനി കണ്ണ് ഫിറ്റ് ചെയ്യേണ്ടത് റൗണ്ട് 3, 1, 2, 3 ആൻഡ് അതിൻ്റെ തൊട്ട് താഴെയുള്ള റൗണ്ട് 4. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ കണ്ണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 3 സ്റ്റിച്ചസ് മാറിയിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ 1, 2, 3 എന്നിട്ട് രണ്ടാമത്തെ കണ്ണ് ആ 4th സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ ഞാൻ വെക്കുന്നത്. ഇങ്ങനെ തന്നെ വെക്കണമെന്നില്ല, ഇഷ്ടമുള്ളിടത്ത് കണ്ണ് വെക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ നമ്മൾ പുറകിലുള്ള ആ ഒരു ബട്ടൺ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. ഒരു ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കും. ആ ക്ലിക്ക് എന്ന് പറയുന്ന ശബ്ദം കേൾക്കണ വരെ പ്രസ് ചെയ്യണം. എന്നാലാണ് അവിടെ നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഊരിപ്പോരും. ഓക്കെ, നമ്മൾ കണ്ണ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് പോളിഫിൽ ആഡ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ആ ഫില്ല് ചെയ്യുന്ന ഒരു ഫൈബർ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് റൗണ്ട് 13. റൗണ്ട് 13 ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യുന്ന റൗണ്ട് ആട്ടോ. ഈ ഒരു മിഫിൽ ആകെ ഒരു റൗണ്ടിൽ മാത്രമാണ് നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യുന്നുള്ളൂ. അത് ഈ റൗണ്ടാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ഫ്രണ്ട് ലൂപ്പിൽ ഞാനൊരു സിംഗിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഞാൻ ഒരു ഇൻക്രീസ് ചെയ്യുകയാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 6 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിലത്തെ ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ ഒരു എൻ്റയർ റൗണ്ട് ഫ്രണ്ട് ലൂപ്പ് ഒള്ളിയാണ്.
ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ പിന്നെ ഒരു ഇൻക്രീസ് ലാസ്റ്റ് സ്റ്റിച്ചിൽ. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് 13 കംപ്ലീറ്റ് ആക്കുകയാണ്. ഇനി അടുത്ത റൗണ്ട് തൊട്ടിട്ട് സാധാരണ ക്രോഷ്യ ചെയ്യുന്ന പോലെ 2 ലൂപ്പിൽ കൂടെ തന്നെ നമ്മൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടിൽ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അങ്ങനെ 6 പ്രാവശ്യം. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഞാൻ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിലോട്ട് ഒരു ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, പിന്നെ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അപ്പോൾ ഒരു ഇൻക്രീസ് ആവും. ഇനി ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസും കൂടി ചെയ്താൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ അടുത്ത റൗണ്ട് തൊട്ട് ഒരു 4 റൗണ്ട് വരെ നിങ്ങൾ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. അപ്പം 4 റൗണ്ടിൽ നിങ്ങൾ 24 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് കൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട്. അപ്പോൾ 4 റൗണ്ട് നിങ്ങൾ ചെയ്ത് വരിക. ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് ഓഫ് ക്യാമറ. ഓക്കെ, അപ്പോൾ ഞാൻ 4 റൗണ്ട് സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ അടുത്ത റൗണ്ട് തൊട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഹെഡിൽ ചെയ്ത പോലെ തന്നെ 2 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ് വെച്ചിട്ട് നമ്മൾ 6 തവണ ചെയ്യണം. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ചെയ്യുവാണെങ്കിൽ ഇൻവിസിബിളായിട്ട് നമുക്കങ്ങനെ അത്ര എവിഡൻ്റ് ആയിട്ട് തോന്നില്ല. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഇത് രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്തത് ഡിക്രീസ്. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഹുക്ക് കടത്തിയിട്ട് ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്യുന്നു. അപ്പോൾ നമ്മളിൽ 2 ലൂപ്പ് ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ അതേപോലെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ കടത്തുക, യാൺ ഓവർ ചെയ്യുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ആൻഡ് ദെൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ. അപ്പോൾ അങ്ങനെയാണ് ഒരു ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആ റൗണ്ട് മൊത്തം 2 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ്, അങ്ങനെ 6 പ്രാവശ്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റത്തെ ഡിക്രീസാണ് ഇത്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് തുടങ്ങാൻ പോകുന്നത് സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് ആട്ടോ. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 1 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ്, അങ്ങനെ 6 പ്രാവശ്യം. 1 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ്, 1 സിംഗിൾ ക്രോഷ്യ 1 ഡിക്രീസ്. അപ്പോൾ അത് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ കഴിഞ്ഞു. ഇനി അടുത്ത 2 സ്റ്റിച്ചിൽ നമ്മൾ ഡിക്രീസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്റ്റഫിങ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ക്രോഷ്യ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ സൈമൾട്ടേനിയസ്ലി സ്റ്റഫിങ് ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ യൂഷ്വലി സെക്കൻഡ് ലാസ്റ്റ് റൗണ്ടൊക്കെ ആകുമ്പോഴാണ് ആഡ് ചെയ്യാറ്. അപ്പോൾ സ്റ്റഫിങ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഏറ്റവും ലാസ്റ്റത്തെ റൗണ്ടിൽ 6 ഡിക്രീസാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആദ്യത്തെ ഡിക്രീസാണ് ഞാൻ ചെയ്യുന്നത്, ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം. ആൻഡ് ഇങ്ങനെ 6 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് 1 ആയി. ഇനി അടുത്തത് സെക്കൻഡ് 1, തേർഡ് ഡിക്രീസ്, ഫോർത്ത് ഡിക്രീസ്, 5, ആൻഡ് ദെൻ ഒരു പ്രാവശ്യം കൂടി ചെയ്യാം, 6. എന്നിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യുക. അത്യാവശ്യം ഒരു കുറച്ച് ടെയിൽ നമ്മൾ ലീവ് ചെയ്യുക, നമുക്കത് തുന്നി ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാ ആ എൻഡിലുണ്ടല്ലോ, ആ യാൺ കട്ട് ചെയ്ത ആ ഒരു എൻഡിലോട്ട് നിങ്ങൾ സൂചി കോർക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി കൂടെ സ്റ്റഫിങ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. കാരണം വെച്ചാൽ ഇതിന് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറഞ്ഞു പോയെന്ന് തോന്നരുത്. എങ്ങനെ ഇത് തുന്നണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ട് ലൂപ്പ് കൂടെ മാത്രം തുന്നുക. അപ്പോൾ നമ്മൾ 6 സ്റ്റിച്ചിലാണ് അവസാനിച്ചു, 6 ഡിക്രീസ്. അപ്പോൾ 6 പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് ലൂപ്പ് കൂടെ തന്നെ 6 പ്രാവശ്യം ഓരോ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് കൂടെ ഇങ്ങനെ തുന്നി കൊണ്ടുപോവുക. ഇതിന് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ബോഡിയിൽ നമ്മളിങ്ങനെ ഒരു ഫിംഗർ ടൈറ്റായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കയ്യിലുള്ള യാണുണ്ടല്ലോ അത് നന്നായിട്ട് വലിക്കുക. അപ്പോൾ അത് ക്ലോസ് ആയിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ കൈ ഉണ്ടാക്കാം. 2 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് തുടങ്ങാം. സ്ലിപ്പ് നോട്ടിലോട്ട് നമ്മൾ 2 പ്രാവശ്യം ചെയിൻ ചെയ്യാം, ചെയിൻ 1 ആൻഡ് ചെയിൻ 2. ഇനി നമ്മൾ ആദ്യത്തെ ചെയിനിലോട്ട് തന്നെ 5 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യാം.
5ാമത്തെ സിംഗിൾ ക്രോഷ്യ. ഇനി അടുത്ത റൗണ്ട് തൊട്ട് നമുക്ക് ഒരു 2 റൗണ്ട് ഫുള്ള് സിംഗിൾ ക്രോഷ്യ മാത്രം. റൗണ്ട് 2 and 3 5 സിംഗിൾ ക്രോഷ്യ ഓരോ സ്റ്റിച്ചിൽ വെച്ച്. അപ്പോൾ വർക്ക് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് തിരിക്കാൻ പാടായിരിക്കും. ഇനി ലെഗ്സ് നമ്മൾ സ്ലിപ്പ് നോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പഴയതുപോലെ തന്നെ ചെയിൻ 2 ചെയ്യുക. ചെയിൻ 1 ആൻഡ് ചെയിൻ 2. ചെയിൻ 1 ഇനി നമ്മൾ 6 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അടുത്ത റൗണ്ടിൽ നമ്മളിനി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അപ്പോൾ 6 ഇൻക്രീസ് ചെയ്യുക. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് റൗണ്ട് യു വിൽ ഹാവ് എ ടോട്ടൽ ഓഫ് 12 സ്റ്റിച്ചസ്. ഓക്കെ, ഇനി നമ്മളുടെ ലാസ്റ്റ് റൗണ്ടാണ്. ഈ റൗണ്ടും കൂടി കഴിഞ്ഞാൽ ലെഗ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ 12 പ്രാവശ്യം നമ്മൾ സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ ഹാർട്ടായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 പീസായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പീസ് ഉണ്ടാക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയിൻ 2 ചെയ്യുക. ആൻഡ് ഫസ്റ്റ് ചെയിനിലോട്ട് 5 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇടുന്നത്. ആൻഡ് ഇനി 4 കൂടി ചെയ്യാം. അടുത്ത റൗണ്ടിൽ നമ്മൾ 5 പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുക. ഓരോ സ്റ്റിച്ചിലും ഓരോ ഇൻക്രീസ് വെച്ചിട്ട്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് യാൺ കട്ട് ചെയ്യാവുന്ന കേട്ടോ. ആൻഡ് മേക്ക് ഷുവർ ടു ലീവ് എ ലോങ് ടെയിൽ. അപ്പോൾ അതേപോലെ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇത്തവണ നമ്മൾ യാൺ കട്ട് ചെയ്യരുത്, ഹുക്കിൽ തന്നെ യാൺ വയ്ക്കുക. ആൻഡ് നമ്മളിനി ഫസ്റ്റ് പീസിലോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് പീസിലോട്ട് നിങ്ങൾക്ക് ഏത് സ്റ്റിച്ചിലോട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇടുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ചുറ്റും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത് പോകണം 20 പ്രാവശ്യം. അപ്പോൾ സെക്കൻഡ് സിംഗിൾ ക്രോഷ്യ, തേർഡ് വൺ, ഫോർത്ത് സിംഗിൾ ക്രോഷ്യ, 5, 6, 7, 8, 9, 10. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പീസ് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമ്മൾ അടുത്ത പീസിലോട്ട് ജമ്പ് ചെയ്യുകയാണ്. അവിടെയും 10 പ്രാവശ്യം സിംഗിൾ ക്രോഷ്യ അതിന് ചുറ്റും ചെയ്യാം.
1 2 3 4 5 6 7 8 9 ആൻഡ് 10. അപ്പോൾ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ നടുക്ക് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഇനി നമുക്ക് തുന്നി നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം നല്ലൊരു ലോങ് ടെയിൽ ലീവ് ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ ആ ഒരു ടെയിലിൻ്റെ എൻഡിലോട്ട് നിങ്ങൾ സൂചി കയറ്റിയിട്ട് നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ ഏതെങ്കിലും ആ ഗ്യാപ്പിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ അകത്ത് കൂടെ ഇങ്ങനെ പുറത്തോട്ട് കൊണ്ടുവരിക. ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തോട്ട് സൂചി കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആ ഗ്യാപ്പിന് ചുറ്റും നമ്മൾ തുന്നി ചേർത്താൽ മതി. തുന്നൽ അറിയണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ചുറ്റും എങ്ങനെയൊക്കെ ചെയ്തിട്ട് ഗ്യാപ്പ് ക്ലോസ് ആയിക്കോളും. അതങ്ങനെ വൃത്തികേടായിട്ട് തോന്നുന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സ്റ്റിച്ചസിൽ തന്നെ നിങ്ങൾ തുന്നി ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസ് അങ്ങനെ 5 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇടുക. ആൻഡ് ദെൻ എഗെയിൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്യുക. പിന്നെ നമ്മളുടെ ഡിക്രീസ് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ തന്നെ നമ്മൾ ഡിക്രീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ ഒരു 5 പ്രാവശ്യം ചുറ്റും ചെയ്യണം കേട്ടോ. 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ് 2 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. അപ്പോൾ 5 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്ത് വരാം. അടുത്ത റൗണ്ടിൽ ഫുള്ള് സിംഗിൾ ക്രോഷേ മാത്രം. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്ത് 15 സ്റ്റിച്ചസ് ടോട്ടൽ. ഇനി നമുക്ക് 1 സിംഗിൾ ക്രോഷേ 1 ഡിക്രീസാണ് ഈ റൗണ്ടിൽ ചെയ്യേണ്ടത്. 5 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ ഇടാം. പിന്നെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം നമ്മൾ ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ 5 പ്രാവശ്യം ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത റൗണ്ടിലും വീണ്ടും സിംഗിൾ ക്രോഷേ മാത്രം. അപ്പോൾ 10 സ്റ്റിച്ചസിൽ നമ്മൾ 10 സിംഗിൾ ക്രോഷേ ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് വരാം. ഇനി നമുക്ക് ആവശ്യത്തിന് സ്റ്റഫിങ് ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഡിക്രീസ് മാത്രമായിട്ട് ചെയ്യുന്നത് 5 പ്രാവശ്യം. അപ്പോൾ ആദ്യത്തെ ഡിക്രീസ് ചെയ്തിട്ട് സ്റ്റിച്ച് മാർക്കർ ഇട്ടു. ഇത് രണ്ടാമത്തെ ഡിക്രീസ്, ദെൻ 3, 4, 5. യാൺ അത്യാവശ്യം നീട്ടത്തിൽ വെട്ടിക്കോ. നമുക്കത് തുന്നി യോജിപ്പിക്കേണ്ടല്ല, നമുക്ക് ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ലാസ്റ്റുള്ള ആ ഒരു ടെയിലെല്ലാം നമ്മൾ സൂചി കോർക്കുക. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ചുറ്റും നമ്മൾ സൂചി ഇങ്ങനെ തുന്നി നമ്മൾ 5 പ്രാവശ്യം അങ്ങനെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ നമ്മൾ സൂചി തുന്നുക. എന്നിട്ട് നമ്മൾ വലിച്ചിട്ട് ക്ലോസ് ചെയ്യുക.
ഇനി നമുക്ക് ആംസും ലെഗ്സും ഒക്കെ കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ തുന്നി നമുക്ക് യോജിപ്പിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ തുന്നണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച്, ആദ്യത്തെ സ്റ്റിച്ച് എപ്പോഴും അതിൻ്റെ ബോഡി കൂടെ നമുക്ക് തുന്നിയെടുക്കണം. പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ആമാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ കൂടെ സൂചി കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ ചുറ്റും ചെയ്യുക. ഒരു സ്റ്റിച്ച് ബോഡിയിൽ, ഒരു സ്റ്റിച്ച് ആമിൽ. അങ്ങനെ ആമിൻ്റെ ചുറ്റും നമ്മൾ തുന്നി അത് കൊണ്ടുവരണം. അപ്പോൾ നല്ല സെക്യൂറായിട്ട് അതവിടെ ഇരുന്നോളും. കൈയൊന്നും പിന്നെ ഊരിയൊന്നും പോവില്ല. അപ്പോൾ അതിൻ്റെ ചുറ്റും ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ യാൺ ഫ്രണ്ടിൽ കൂടെ, അതിൻ്റെ നടുക്ക് കൂടെ നമ്മൾ കൊണ്ടുവരണം. എന്നാൽ നമുക്കത് നമുക്ക് ആ സെയിം യാൺ ഉപയോഗിച്ചിട്ട് നമുക്ക് തുന്നി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സൂപ്പർ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആംസും കൂടി തുന്നി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഗ്ലൂ വെച്ചിട്ട് ആ ഹാർട്ട് അറ്റാച്ച് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഹാർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഞാൻ ആ നൂല് കൊണ്ടുവരുന്നത്. ആ വെള്ള നൂല് ബാക്ക് സൈഡിൽ കൂടെ കൊണ്ടുവന്നിട്ട് അത് നല്ല സെക്യൂറായിട്ട് അവിടെ ഇരുന്നോളും. എന്നിട്ട് പിന്നെ നമ്മൾ കൈയിൻ്റെ അങ്ങോട്ടേക്ക് സൂചി വലിച്ചിട്ട് കൈയിൻ്റെ അകത്ത് കൂടെ നിങ്ങൾ പുറത്തോട്ട് എടുക്കണം ആ സൂചി. മിഫീൻ്റെ കൈയിൻ്റെ അകത്ത് കൂടെ അത് പുറത്തോട്ട്, എന്നുവെച്ചാൽ നമുക്ക് എവിടെയാണോ ഹാർട്ട് പിടിക്കേണ്ട ആ ഒരു പൊസിഷൻ വേണ്ടത് അതിൻ്റെ അങ്ങോട്ടേക്ക് സൂചി പുറത്തോട്ട് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും ഹാർട്ടിലോട്ട് നമുക്ക് തുന്നി യോജിപ്പിക്കണം. അപ്പോൾ അതും പുറകിലത്തെ ഒരു സൈഡിലത്തെ ഒരു സ്റ്റിച്ച്, ബാക്ക് സൈഡിലൊരു സ്റ്റിച്ചസിൽ മാത്രമാണ് നമ്മൾ യോജിപ്പിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വിസിബിളായിട്ട് തോന്നും. വെള്ളയാണും കൂടി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര വിസിബിളായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിലെ സ്റ്റിച്ചസ് തന്നെ യൂസ് ചെയ്യണം യോജിപ്പിക്കാനായിട്ട്. ഈ സെയിം രീതിയിൽ തന്നെയാണ് ഇനി രണ്ടാമത്തെ ആമും പിന്നെ നമ്മുടെ 2 ലെഗ്സും കൂടിയും സൂചി ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു സ്റ്റിച്ച് ബോഡിയിൽ, ഒരു സ്റ്റിച്ച് ആമിൻ്റെ ഏറ്റവും താഴത്തെ ആ ഒരു റൗണ്ടിലത്തെ ഒരു സ്റ്റിച്ച്. അങ്ങനെ ചുറ്റും ആമിൻ്റെ ചുറ്റും നിങ്ങൾ ഇങ്ങനെ തുന്നി കൊണ്ടുവരണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഹാർട്ടിൻ്റെ ബാക്ക് സൈഡിലെ സ്റ്റിച്ചിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യാം ഇഫ് യു ഹാവ് എ സൂപ്പർ ഗ്ലൂ ഓർ സംതിങ് സിമിലർ വിത്ത് യു. ഇനി നമ്മൾ അതേപോലെ തന്നെ നമുക്ക് 2 ലെഗ്സും ബോഡിയിലോട്ട് തുന്നി യോജിപ്പിക്കണം. അപ്പോൾ ലെഗ്സിന് ചുറ്റും നിങ്ങൾ തുന്നി പോകണം. ഒരു സ്റ്റിച്ച് ബോഡിയിലാണെങ്കിൽ അടുത്ത സ്റ്റിച്ച് ലെഗിൻ്റെ ഏറ്റവും താഴത്തെ ആ റോയിൻ്റെ സ്റ്റിച്ചിൽ. അപ്പം അങ്ങനെ ചുറ്റും നിങ്ങൾ തുന്നിയെടുക്കണം.